ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മഹി എന്ന് പറയുന്നവൻ ഇവിടെ നിൽക്കുന്ന അടുക്കള ജോലിക്കാരി പെണ്ണിനെയും കൊണ്ട് പുറത്തേക്ക് പോയി. അതിനെന്താ കുഴപ്പം? ഈ നിസ്സാര കാര്യത്തിലാണോ നീ കിടന്ന് വേളം വെക്കുന്നത്? വീട്ടുജോലിക്ക് വന്നവളെയും കൊണ്ട് നാട് മുഴുവൻ ചുറ്റുന്നത് നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും. എന്നാ എനിക്കതങ്ങനെയല്ല. നിങ്ങൾക്കത് വളരെ നിസ്സാരമായി കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം. എന്റെ മനസ്സിന് അത്രയ്ക്ക് വിശാലതയില്ലാത്തതുകൊണ്ട് എനിക്കിത് നിസ്സാരമായി കാണാൻ തോന്നുന്നില്ല. ശരി, അങ്ങനെങ്കി അങ്ങനെ. അവര് പുറത്തു പോയെന്നല്ലേ അറിഞ്ഞുള്ളൂ, എന്തിനാണെന്ന് അറിയില്ലല്ലോ. ചിലപ്പോ വീട്ടു സാധനങ്ങൾ വല്ലതും വാങ്ങാൻ പോയായിരിക്കും. എന്ത് കാര്യത്തിലായാലും ആ ചിന്നു എന്ന് പറയുന്നുള്ള അവന്റെ കൂടെ പോവേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ആൺമക്കളുടെ കൂടെ കറങ്ങാൻ പോവാനല്ല ഞാൻ അവൾക്ക് ശമ്പളം കൊടുക്കുന്നത്. അവളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, എന്നോട് പറയാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന്. എന്റെ വാക്കിനെ മറികടന്ന് അവള് പോയിരിക്കുന്നത് എന്റെ മോന്റെ കൂടെ. അപ്പോ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ആ, ഒന്ന് നിന്നേ. നിങ്ങളോട് ആരാ പറഞ്ഞത് എന്റെ ഈ സാരിയൊക്കെ എടുക്കാൻ? നിങ്ങളെ ഞാൻ ഇവിടെ ജോലിക്ക് നിർത്തിയിട്ടില്ലല്ലോ. ഞാൻ നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ മോളെയാ. അവർക്ക് പുറത്തേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി അനുവാദവും കൊടുത്ത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? രമേ, നീ കൂടുതൽ അതിനെ വ്യാഖ്യാനിക്കണ്ട. മഹിയും ചിന്നും വരട്ടെ, അപ്പൊ ചോദിക്കാമല്ലോ. അപ്പോ എന്ത് ചോദിക്കാനാ? ഞാൻ ഇവരോടും ഇവരുടെ മകളോടും പറഞ്ഞിട്ടുള്ളതാ എന്റെ അനുവാദം ഇല്ലാതെ പുറത്തേക്കെങ്ങും പോവരുതെന്ന്. എന്നിട്ടും ഇവരെന്തിനാ മകളെ വിട്ടത്? ഇപ്പോ ഞാൻ പറയുന്നതിനാണോ കുറ്റം? നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും പല ഉദ്ദേശങ്ങളും കാണും. അതൊന്നും ഇവിടെ വേണ്ട. അടുക്കളപ്പണിക്ക് വന്നവള് ആ പണി വൃത്തിയായിട്ട് അങ്ങ് ചെയ്താ മതി. ഇവരെയൊക്കെ എന്തിനു പറയണം? അവനിങ്ങി വരട്ടെ, ബാക്കി കാര്യം അപ്പോഴല്ലേ. താൻ കുറെ നേരമല്ലോ ആലോചിക്കുന്നേ. കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ? അത് സർ, അച്ഛനമ്മയും വരുന്നുണ്ട്. ആഹാ, അത് സന്തോഷമുള്ള കാര്യല്ലേ. അതിനെന്തിനാ ടെൻഷൻ? അതല്ല സർ, ഞാൻ ഈ കാര്യം ഇതുവരെ അവരോട് അവതരിപ്പിച്ചിട്ടില്ല. ഇനി അറിയുമ്പോ എന്തേലും തടസ്സം ഉണ്ടാക്കുമെന്നാ എന്റെ പേടി. അതാ ഞാൻ പറഞ്ഞത് അവരെ വരുത്തണ്ടാന്ന്. സാറിന്റെ വീട്ടിലെ എല്ലാരും ചേർന്ന് നടത്തിയാ മതിയായിരുന്നു. എനിക്ക് തന്റെ അച്ഛനും അമ്മയും വരണമെന്നൊന്നുമില്ല. പക്ഷേ എന്റെ അച്ഛൻ സമ്മതിക്കണ്ടേ? അച്ഛനും മുത്തച്ഛയൊക്കെ ഒരേ പിടിയാ. പിന്നെ അവര് പറയുന്നതിലും കാര്യമുണ്ട്. കാരണവന്മാരല്ലേ ഇതൊക്കെ നിശ്ചയിച്ച് നടത്തേണ്ടത്. അല്ല, ഇനി ഇത് അവരറിയുമ്പോ അവരെന്തെങ്കിലും മുടക്കം പറയൂ? അല്ല, ഏതെങ്കിലും തരത്തിൽ ഞാൻ തനിക്ക് പറ്റിയ ആളല്ലെന്ന് തോന്നിയാ അവിടെ തീരുവല്ല. എന്റെ ഇഷ്ടത്തിന് ഇതുവരെ അവരെതിരൊന്നും നിന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് അവര് എതിരൊന്നും പറയില്ലെന്ന്. എങ്കിലും അവരോട് പറയാൻ എനിക്ക് നല്ല ടെൻഷനുണ്ട്.
അഥവാ അവർ ഈ ബന്ധം വേണ്ടെന്ന് വല്ലതും പറഞ്ഞാ താൻ എന്നെ വിട്ടു പോവോ? ഈ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളെ സ്നേഹിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ആദ്യ പ്രണയം നഷ്ടപ്പെടാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അയാളെ കൂടുതൽ സ്നേഹിക്കാൻ രണ്ടാമതൊരാൾ വരുമത്രേ. എന്റെ ആദ്യത്തെ പ്രണയം നഷ്ടപ്പെടുത്തിയിട്ട് രണ്ടാമതൊരാളെ എന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യമായും അവസാനമായും എനിക്കൊരു പ്രണയം മതി, ഒരാളും. എന്റെ വീട്ടുകാരോടുള്ള എന്റെ വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ ഞാൻ സാറിനോടൊപ്പം ഇറങ്ങി വരും. ഞാൻ സാറിനെ സ്നേഹിച്ചത് സാറിനോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ വേണ്ടിയാ, അല്ലാതെ പകുതിയിൽ ഇട്ടിട്ട് പോവാനല്ല. എന്റെ വീട്ടുകാരല്ല ആരെതിർത്താലും ഈ ഐശ്വര്യലക്ഷ്മി അർജുൻ സാറിനുള്ളതാ. ഇതെന്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ സാറിന് തരുന്ന വാക്കാ. എന്താ ഇപ്പൊ വിശ്വാസായോ സാറിന്? വിശ്വാസമായി. ഇപ്പോ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നില്ലേ സാറിന്? എല്ലാം റെഡി. ഇനി കഴിച്ചാ മാത്രം മതി. ആ അല്ല, എല്ലാരും കൂടെ എങ്ങനെ കഴിക്കും? അതിനല്ലേ വാഴയില ഉള്ളത്. വാഴയില വെട്ടി എല്ലാരും കൂടി ഒരുമിച്ച് കഴിക്കും. അപ്പൊ ഞാൻ പോയി ഇല വെട്ടിക്കൊണ്ടുവരാം. ഇല വെട്ടിക്കോ, പക്ഷെ കഴിക്കുന്നത് ഇവിടെ ഇരുന്നല്ല. പിന്നെ കാണിച്ചുതരാം. ആദ്യം ഇല വെട്ടാം. നിക്ക് എങ്കിൽ ഞാൻ കൂടെ വരാം. ഉം. വാ.